ഹായ് ഗായ്സ്, നമ്മളിന്ന് SMIMൻ്റെ ഒരു പരിപാടിക്ക് പോകണം. ലൈവ് എന്ന് പറഞ്ഞിട്ട് യനയിലാണ് പരിപാടി. SMIM എന്ന് പറഞ്ഞാൽ സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ്. നാട്ടിലെ KCYM, ജീസസ് യൂത്ത്, CLCയിലുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടി ഉണ്ട്. ലൈവ് നമ്മുടെ ബിനോയച്ചനാണ് അത് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് യനയിലേക്ക് പോവാണ്. അവിടെ വെച്ച് കാണാം. തട്ടാം. ഹായ് ഗായ്സ്, ഞങ്ങളിന്ന് അലൈവ് പരിപാടിക്ക് വന്നേക്കാണ്. അലൈവ് പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു 1 ഡേ ക്യാമ്പ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് യനയിലാണുള്ളത്. കുറച്ചധികം പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്ന് ഇവിടെ ഒരു പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് ആ പരിപാടിയിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം. ഇതാണ് പള്ളി, ജോൺ ദ ബാപ്റ്റൈസർ. അതല്ല പള്ളിയുടെ പേര്? അതല്ലേ സെൻറ്റ് ജോഹാനസ് ബാപ്റ്റൈസറിൻ്റെ പള്ളിയാണ്. നമ്മുടെ 2 ഫ്രണ്ട്സാണ്. അവർ രാവിലെ തന്നെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പള്ളിയുടെ അകത്ത് ആണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പള്ളിയുടെ അകത്തുള്ള പരിപാടികൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പള്ളി. ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മുടെ 2 പിള്ളേർ രജിസ്റ്റർ ചെയ്യണം. ആവശ്യക്കാർക്ക് ചൂടുവെള്ളം. ഇപ്പം നമുക്ക് കുർബാനയൊക്കെ ഉണ്ട്. കുർബാനയൊക്കെ കൂടിയിട്ടുള്ള പരിപാടിയാണ്. ഷെറിനിരിക്കുന്നു. ഷെറിന് ഭയങ്കര നാണം. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിക്ക് 100-ലധികം പിള്ളേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര പേര് വരുന്നത് കണ്ടറിയാം. ഫ്രണ്ടിലേക്ക് കയറിയിരിക്കാമോ? കാരണം ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഒരു എനർജി കിട്ടുള്ളൂ. സോ എല്ലാവരും ഫ്രണ്ടിലേക്ക് ഇരിക്കാമോ? ജസ്റ്റ് കയറിയിരിക്കാമോ ഫ്രണ്ടിലേക്ക്? ഞങ്ങളൊക്കെ ഗ്രൂപ്പായിട്ടിരിക്കണം. ഓ ബിറ്റ് ആൽവിനെത്തിരിക്കുകയാണ്. നമ്മുടെ ലിനോത്തിരിക്കുകയാണ് ഗ്യാപ്പില്. എന്റെ പേര് മെറിൻ. ഞാൻ SMIM ചുരക്കൻ യൂണിറ്റിന്റെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആണ്. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാമിന് ഞാനും ഉണ്ടാവും, നിങ്ങളിൽ ഒരാളായിട്ട്. അതിനായിട്ട് നമ്മുടെ ബിജോ ചേട്ടനെ വെൽക്കം ചെയ്യാണ്. ചേട്ടനായിരിക്കും നമ്മൾ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക്. ഞാൻ SMIMന്റെ നാഷണൽ ടീമിലൊരു മെമ്പറാണ്. ഞങ്ങൾ ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഒന്നുമില്ല എല്ലാവരും കൂടെ ശ്രദ്ധിക്കണേ. എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഗ്രൂപ്പ് അമ്മല്. ഞങ്ങളുടെ അമ്മലൊന്ന് പൊളിക്കും. ഇഷ്ടപ്പെട്ട വിശുദ്ധൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കും സെന്റ് ആന്റണിയെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല. എങ്കിലും വളരെ പ്രസിദ്ധനായ വിശുദ്ധനാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഞങ്ങൾ എടുത്ത വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ അൽഫോൻസാമയാണ്. നമുക്കറിയാം ഭാരതത്തിന്റെ ആദ്യത്തെ വിശുദ്ധയാണ്. ജൂഡാണ്. യൂദാ തദ്ദേശ് ശാന്തി കാര്യങ്ങളുടെ മധ്യസ്ഥനാണ്.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ 8 പേര് അല്ലെങ്കിൽ 9 പേരല്ലെങ്കിൽ മേജറായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള വിശുദ്ധനായിരുന്നു. ഒരു ഗ്രൂപ്പ് തന്നെ ഒരു 200ഓളം ഫാമിലീസിനെയാണ് ഓർഗനൈസ് ചെയ്ത് യൂണിറ്റ് നടത്തുന്നത്. പാർട്ട്ണർഷിപ്പ് ആയിട്ടുള്ള ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് അച്ഛനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് അറിയാം. നല്ലൊരു ഗായകനാണ്, നല്ലൊരു വചന പ്രഘോഷകനാണ്, മ്യൂസിക് കമ്പോസറാണ്. Von verschiedensten Heiligen gesprochen. In dieser Woche gab es einen ganz wichtigen Heiligen, nämlich der heilige Franz Xavier. എന്നാൽ ഇപ്പോഴ് അവിടെ വന്ന് ഇരിക്കുന്ന നേഴ്സുമാർ, നേഴ്സിംഗ് സ്റ്റുഡൻസ്, അവരുടെ ഭർത്താക്കന്മാർ, മക്കൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഏതാണ്ട് 330 പേരുള്ള ഒരു വലിയ ക്രൈസ്തവ കൂട്ടായ്മയായിട്ട് അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് വിശുദ്ധന്മാരുടെ അല്ല മാമോദിസ പേരിൽ ഗ്രൂപ്പായിട്ട് തിരിയാൻ. ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കണണ്ട കുറച്ച് പേര്. അവർ ഗ്രൂപ്പായിട്ടല്ല, അവർ കുമ്പസാരിക്കാൻ നിൽക്കണവരാ. ഏറ്റവും കൂടുതലുള്ളത് മരിയാണ്. മരിയ നിൽക്കണം, ആറ്റത്ത് നിൽക്കുന്ന ടീംസ് ഇല്ലേ, അവർ മരിയ ടീംസ്. അച്ഛനും ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, കുട്ടി അന്തം വിട്ട് നിൽക്കുന്നു. ആ വ്ളോഗാണ്. ഞങ്ങൾ പോളിനാകെ 2 പേരുള്ളൂ, ഞാനും ഈ സേട്ടനും. പോളാണ് പോൾ, 2 പേര്. മേരിയാണോ? അത് ആ ഗ്യാങ്ങിലാണ് കുറേ പേരുണ്ട്. ഒരാൾക്ക് മാമോദിസ പേര് അറിയില്ല, വീട്ടിലേക്ക് വിളിച്ചു നോക്കിയാ. അവിടെ കുറച്ച് പേര് കുമ്പസാരിക്കാനിരിക്കുന്നുണ്ട്. കാഞ്ചേരാം കുമ്പസാരിക്കാൻ നിൽക്കുന്ന ടീംസാ. ഞങ്ങളെ വീണ്ടും തിരിച്ച് വേറെ ഗ്രൂപ്പ്. ജർമ്മനിയിൽ പഠിക്കാൻ വരുന്ന യുവതി 19 വയസ്സ്. നാട്ടിൽ ഒരുപാട് യുവജന സംഘടനകളിൽ ആക്റ്റീവായിരുന്ന ഒരു ഉപദേശം സഹായിച്ചവരോട് നമുക്ക് അപാരമായ കടപ്പാട് തോന്നാറുണ്ട്. പക്ഷേ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നേണ്ടത് സുരലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള വായന അനുഗ്രഹിക്കട്ടെ. ഹോഷന്മാരായ ഗലാത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളെ കൺമുമ്പിൽ ക്രൂശിച്ചതിനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങൾ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് നിങ്ങളോടുകൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ ഏറ്റവും പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പാണ്, ആകെ ബ്രെഡും ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാപ്പി എത്തി. ആൽവിൻ ഞങ്ങൾക്ക് വേണ്ടി കോഫി കൊണ്ടുവന്നു. ഫുഡൊക്കെ അടിച്ച് എല്ലാവരും അടുത്ത സെഷന് വേണ്ടി പോകാൻ നിൽക്കാം കേട്ടോ. കുഴപ്പമില്ല, നല്ല പരിപാടിയായിരുന്നു. കുർബാനയായിരുന്നു ഇത്ര നേരം. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. എല്ലാവരും ആവശ്യമായിരുന്നു, രാവിലെ തന്നെ വന്നതല്ലേ. അപ്പോൾ ഫുഡ് ഇടയൊക്കെ കഴിഞ്ഞ് സെറ്റാണ്. പാവം നമ്മുടെ സംഘാടകർ വിശന്നിരിക്കുന്നു. സംഘാടകർ തന്നെയല്ലേ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നല്ലേ ബാൻഡ് അടിക്കുന്ന ആൾക്കാർ? ആ ഓക്കെ. ഇനി വിശക്കണ്ട കോഫി ഉണ്ടോ? എടാ ഇതല്ല ഹീറ്ററല്ലേ?
ഇവരെന്നെ കൊണ്ട് തണുത്ത കോഫി കുടിപ്പിച്ചു ചൂട് കോഫി ഉണ്ടായിരുന്നു. അതെ, എന്നെ കൊണ്ടു. തിരുവല്ലയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുകയാണ് എന്ത് വിചാരിക്കാം, ഇത്രയും നാളത്തെ ഒരു ബന്ധത്തിനിടയിൽ ഒരു Hey guys, നമ്മൾ പരിപാടി കഴിഞ്ഞ് പോവുകയാണ് ഗൈസ്. നല്ല മഴയുണ്ട് ഗൈസ്. ആ പറ കഴിഞ്ഞ് ക്ലോസ് ചെയ്തോ കഴിഞ്ഞ് അതന്നെ ഞാൻ ചോദിച്ചാൽ എന്തോ മാരകമായിട്ട് എന്തോ പറയാൻ വരാന്ന്. വലിയ കാര്യമൊന്നുമില്ല, ഞാൻ തന്നെ കഷ്ടപ്പെടണം. അപ്പൊ അടുത്ത പരിപാടി കാണാം. ടാറ്റ ബൈ ബൈ. എൻ്റെ അടുത്ത് ലിയോ പറഞ്ഞതാണ് നല്ലൊരു നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ഉണ്ടായത് കാരണം പല സ്ഥലത്തേക്കുള്ളവരെല്ലാവരും ഒരുമിച്ചിട്ടുണ്ട്. അതെ. ഹായ് ഗൈസ്, ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ട്രെയിനിലാണ്. അപ്പുറത്തെ സെക്ഷനിൽ ഒരു 4 പേര് ഇരിക്കുന്നുണ്ട്, ഇവിടെ ആളുകൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പരിപാടി കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ നാട്ടിലുള്ള ജർമ്മനിക്ക് വന്നിട്ടുള്ള പിള്ളേരുടെ പാരൻസിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെയുള്ള കുറേ പേർക്കൊരു വിചാരമുണ്ട്, ഇവിടെയുള്ളൊരു വിശ്വാസമില്ല. അപ്പോൾ അതിനും കൂടിയും ഒരു അടി കൊടുക്കാനാണ്. കുർബാനയ്ക്ക് പോകുന്നില്ല, വിശ്വാസം അതെ 102 പേരോളം ഉണ്ടായിരുന്നു. അത്രയും വലിയൊരു അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു ബിനോയച്ചൻ മുന്നോട്ട് വെച്ചിരുന്നത്. ചെറിയൊരു കുർബാന ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു. അതിനുശേഷം സ്നേഹവിരുന്ന്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. പിന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ചകഞ്ഞ് നോക്കാവുന്നതാണ്. വീഡിയോൻ്റെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ ബൈ.